ഇന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കേസ് സ്റ്റഡീസ് ആണ്. കേസ് സ്റ്റഡീസ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമ്മുടെ തിയറി പോർഷൻ ഉള്ളതുപോലെ തന്നെ വെയിറ്റേജ് കേസ് സ്റ്റഡീസിനുണ്ട്. അപ്പോ കേസ് സ്റ്റഡീസ് നമുക്ക് 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കാറ്. 250 വേർഡ്സിൽ ആൻസർ ചെയ്താൻ വേണ്ടിയിട്ടാണ് ചോദിക്കാറ്. തിയറി ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 250 വേർഡ്സിന്റെ തിയറി ക്വസ്റ്റ്യൻസ് GS4 ഇല്ല. എത്തിക്സിൽ നമുക്ക് 150 വേർഡ്സിന്റെ മാത്രമാണ് ഉള്ളത്. പക്ഷെ കേസ് സ്റ്റഡീസിലേക്ക് വരുമ്പോൾ നമുക്ക് 250 വേർഡ്സിന്റെ ആണ് കേസ് സ്റ്റഡീസ് വരുന്നത്. 20 മാർക്സ് ഈച്ച് ആണ്. അപ്പം യൂഷ്വലി 7ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 12ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമുക്ക് കേസ് സ്റ്റഡീസ് ആണ് വരാറുള്ളത്. അപ്പൊ പലതരത്തിലുള്ള കേസ് സ്റ്റഡീസ് UPSC ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഡിഫറെന്റ് കേസ് സ്റ്റഡീസ് ഏതാണ്, അതിന്റെ ഓരോ കേസ് സ്റ്റഡീസും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കണം. അതായത് ഒരു പബ്ലിക് സെക്ടർ ബേസ്ഡ് എത്തിക്സ്, പബ്ലിക് സെക്ടർ ബേസ്ഡ് കേസ് സ്റ്റഡീസ് ചോദിക്കാറുണ്ട്. അതായത് ഇഫ് യു ആർ എ സിവിൽ സർവന്റ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്, ഒരു ഗവൺമെന്റ് സർവന്റ് ആണ്, അപ്പൊ ആ ഒരു രീതിയിൽ ഒരു ഇഷ്യൂ തന്നിട്ട് അതിനെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പബ്ലിക് സെക്ടർ ബേസ്ഡ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രൈവറ്റ് സെക്ടർ ബേസ്ഡ് കേസ് സ്റ്റഡീസ് ഉണ്ട്. പ്രൈവറ്റ് സെക്ടർ ബേസ്ഡ് കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ അപ്പോയിന്റഡ് ആസ് എ CEO ഓഫ് എ കമ്പനി, അല്ലെങ്കിൽ യു ആർ അപ്പോയിന്റഡ് ആസ് എൻ എംപ്ലോയി ഓഫ് എ പ്രൈവറ്റ് ഫോം. അങ്ങനെ നിങ്ങളൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അപ്പോയിന്റ് ചെയ്തിട്ട് അവിടെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ അവതരിപ്പിച്ചിട്ട് വാട്ട് ആർ ദ ഓപ്ഷൻസ് അവൈലബിൾ, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതാണ്, അതിൽ നിങ്ങൾ ഏത് ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യുക, എന്തുകൊണ്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. പിന്നെ നമുക്ക് മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് എത്തിക്സ് ആണ്. നമ്മൾ അപ്ലൈഡ് എത്തിക്സ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? അപ്ലൈഡ് എത്തിക്സ് പണ്ട് അപ്ലൈഡ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡിയോണ്ടോളജിക്കൽ എത്തിക്സ് പഠിച്ചു. ഡിയോണ്ടോളജി ഓർക്കുണ്ടോ? ഡിയോണ്ടോളജി, ടെലിയോളജി അതൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ അപ്ലൈഡ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം പറഞ്ഞായിരുന്നു. അപ്ലൈഡ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എത്തിക്സ് ആർ അപ്ലൈഡ് ഇൻ ഡിഫറെന്റ് ഫീൽഡ്സ്. അതിൽ നമ്മളൊരു എക്സാമ്പിൾ അബോർഷന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻവയോൺമെന്റൽ എത്തിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീഡിയ എത്തിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായത് ഡിഫറെന്റ് ഫീൽഡ്സിൽ, അതായത് ഡിഫറെന്റ് മേഖലകളിൽ എത്തിക്സ് അപ്ലൈ ചെയ്യുന്നതിന് അപ്ലൈഡ് എത്തിക്സ് എന്ന് പറയുന്നത്. സോ അപ്ലൈഡ് എത്തിക്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അതായത് ഇപ്പൊ ഒരു എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നിട്ട് അതിന് ഇപ്പൊ എന്താണ് ഒരു വാട്ടർ റിലേറ്റഡ് ഇഷ്യൂ, ഇപ്പം വെള്ളം ഇല്ലാത്തൊരു ഗ്രാമമാണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യാണ്, അവർക്ക് വെള്ളം ഇല്ല. അപ്പൊ വേറൊരു ഓൺ ദ കോൺട്രറി വേറൊരു സിറ്റുവേഷനും കൂടെ തരും. അപ്പൊ നിങ്ങൾക്ക് 2 സിറ്റുവേഷൻസ് അല്ലെങ്കിൽ മോർ ദാൻ 2 സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഹൗ ഡു റിയാക്ട് എന്നുള്ള, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഓപ്ഷൻസ് അവൈലബിൾ, നിങ്ങളൊരു പബ്ലിക് സർവന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസ് അപ്ലൈഡ് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അപ്പൊ മെയിൻ ആയിട്ടും 3 കാറ്റഗറിയിലാണ് ഈ ഒരു കേസ് സ്റ്റഡീസ് നമ്മൾക്ക് വരാറുള്ളത് GS4. അപ്പോൾ തിയറി പോർഷൻസ് എങ്ങനെ ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെ നമുക്ക് കേസ് സ്റ്റഡീസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സാധാരണ രീതിയിൽ കുട്ടികൾ 2 രീതിയിൽ എത്തിക്സിന്റെ പേപ്പർ ആൻസർ ചെയ്യാറുണ്ട്. ഒന്നാമത്തെ അവർ ആദ്യം തന്നെ എന്ത് ചെയ്യും, തിയറി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും, എന്നിട്ട് കേസ് സ്റ്റഡീസ് ആ ഒരു പേപ്പറിന്റെ ഓർഡറിൽ തന്നെ. രണ്ടാമത് കൂടുതൽ പേരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കേസ് സ്റ്റഡീസ് ചെയ്യും, എന്നിട്ട് തിയറി ചെയ്യും. അതെന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് സ്റ്റഡീസ് നമ്മൾക്ക് അത്യാവശ്യം നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ കേസ് സ്റ്റഡീസ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി ഇൻ ദ റീസെന്റ് ഇയേഴ്സ് നമ്മളൊരു 2022 മുതലൊക്കെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് തന്നേക്കുന്ന പേപ്പറിലാണെങ്കിലും കാണാൻ പറ്റും കേസ് സ്റ്റഡീസ് കുറച്ച് ലോങ് ആണ്, ക്വസ്റ്റ്യൻസ് കുറച്ച് ലോങ് ആണ്. ഇപ്പൊ നിങ്ങളൊരു 2017 ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ വളരെ ഷോർട്ട് ആണ് കേസ് സ്റ്റഡീസ്, കുറച്ചുള്ളൂ, ഒരു പാരഗ്രാഫ് ഒക്കെ ഉള്ളൂ. പക്ഷെ അതിനുശേഷം നമ്മൾ 2024 ആണെങ്കിലും അത്യാവശ്യം ലെങ്തി ആണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ കേസ് സ്റ്റഡീസ് വരുന്നത്. അപ്പൊ നമ്മൾക്ക് അത്രയും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കേസ് സ്റ്റഡീസ് ഫുൾ വായിച്ചിട്ട് അതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, അതിലെ പ്രോബ്ലം എന്താണ്, അതിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് ആണ് കേസ് സ്റ്റഡീസിൽ നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നത്. തിയറിയിലും നമുക്ക് പ്രാക്ടീസ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ കേസ് സ്റ്റഡീസിൽ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, നിങ്ങൾക്ക് ഒരു ബ്യൂറോക്രാറ്റിനെ പോലെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ചും കൂടി എന്താണ് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ അതാണ് കേസ് സ്റ്റഡീസിനെ പറ്റിയിട്ട് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. ഇനി എന്തിനാണ് UPSC കേസ് സ്റ്റഡീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ കേസ് സ്റ്റഡീസിലൂടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, കാൻഡിഡേറ്റ്സിന്റെ എന്ത് ചെക്ക് ചെയ്യാനായിരിക്കും അവർ കേസ് സ്റ്റഡീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക? നമുക്കൊരു എന്താണ് പ്രോബ്ലം സോൾവിങ് കാപ്പബിലിറ്റി ഉണ്ടോന്ന് അല്ലേ? നമ്മൾക്ക് ഒരു ബ്യൂറോക്രാറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, എസ്പെഷ്യലി നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ട ആൾക്കാരാണ്. സോ ഒരു കേസ് സ്റ്റഡീസ് നമുക്ക് തരുമ്പോൾ നമുക്കൊരു പ്രോബ്ലം സോൾവിങ് കാപ്പബിലിറ്റി ഉണ്ടോന്ന് അവർക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെന്താണ്, എന്തോ
നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ, അങ്ങനെയുള്ള നമ്മുടെ സർട്ടൺ വാല്യൂസ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലും അതിന് മുന്നേ പഠിച്ച ആപ്റ്റിറ്റ്യൂഡിന് മുന്നേ നമ്മൾ ആപ്റ്റിറ്റ്യൂഡിന് ശേഷം നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമോഷണൽ ഇന്റലിജൻസിൽ നമ്മൾ കുറച്ച് വാല്യൂസ് പഠിച്ചു, ഇമോഷണൽ ഇന്റലിജൻസ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഫൗണ്ടേഷൻ വാല്യൂസ് ഫോർ സിവിൽ സർവീസസ് എന്നുള്ളതിൽ നമ്മൾ എന്താണ് കുറച്ച് വാല്യൂസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കമ്പാഷൻ, ഒബ്ജക്ടിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ വാല്യൂസ് ഒക്കെ അതിന് എന്താ പറയുന്നത്, ഫൗണ്ടേഷണൽ വാല്യൂസ് ഫോർ സിവിൽ സർവീസസ് എന്നല്ല. ഇപ്പൊ ഫൗണ്ടേഷണൽ വാല്യൂസ് എന്നാണ് പറയുന്നത്. ഇവൻ സെക്കൻഡ് ARC പോലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ, ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ ഇംപാർഷ്യാലിറ്റി, ഈ കാര്യങ്ങളൊക്കെ എന്താണ് സെക്കൻഡ് ARC പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എസ്പെഷ്യലി വെദർ യു ആർ ഇമോഷണലി ഇന്റലിജന്റ് എന്നുള്ള കാര്യം നമ്മുടെ കേസ് സ്റ്റഡീസിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ട് ഉള്ള ഒപ്പീനിയൻ, അതായത് ഒരു സൈഡിലേക്ക് കൂടുതൽ ചായാതെ അല്ലെങ്കിൽ മറ്റേ സൈഡിലേക്ക് കൂടുതൽ ബയാസ് കാണിക്കാതെ ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ്, ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി എന്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, കേസ് സ്റ്റഡീസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും കേസ് സ്റ്റഡീസിലൂടെ നമ്മളുടെ എന്തൊക്കെ ക്വാളിറ്റീസ്, വേറെ എന്തെല്ലാമായിരിക്കും കേസ് സ്റ്റഡീസിൽ കൂടെ അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക? നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യാൻ പറ്റില്ലേ? നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾക്ക് ഏത് രീതിയിലാണ് നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനെ കാണുന്നത് എന്നുള്ളത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എലോങ് വിത്ത് ഫൗണ്ടേഷണൽ വാല്യൂസ് ആൻഡ് ഇമോഷണൽ ഇന്റലിജന്റ്, ഈ ക്വാളിറ്റീസിന്റെ ഒപ്പം തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൂടി. അതായത് ടു ബി ഓണസ്റ്റ്, എന്താ നമ്മൾ ആദ്യം പഠിച്ച തിയറി ചാപ്റ്റേഴ്സിലെ എല്ലാ കാര്യങ്ങളും ഇല്ലേ, അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ വാല്യൂസും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കേസ് സ്റ്റഡീസിൽ വരുന്നുണ്ട്. അതിലൂടെ നമ്മൾക്ക് ആ വാല്യൂസ് ഉണ്ടോ എന്ന് കൂടി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ എന്താ ഡിസിഷൻ മേക്കിംഗ് കാപ്പബിലിറ്റി മനസ്സിലാവുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കാണിക്കാം, ഇതൊന്ന് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. കാരണം കേസ് സ്റ്റഡീസിലേക്ക് വരുമ്പോൾ ഈ സാധനങ്ങളുടെ ഒക്കെ ബേസിസിലാണ് എന്ത് നിങ്ങൾ ആ കേസ് സ്റ്റഡീസിന്റെ ആൻസർ എഴുതേണ്ടത്. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് കാപ്പബിലിറ്റി, നിങ്ങൾക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് കാപ്പബിലിറ്റി ഉണ്ടോ എന്ന് കൂടി കേസ് സ്റ്റഡീസിൽ കാണുന്നുണ്ട്. ഓക്കെ, so what UPSC demands in a case study, attitude of the candidates. ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് കീവേഡ് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് ഫുൾ നോട്ട് ഡൗൺ ചെയ്യേണ്ട. ഫസ്റ്റ് പോയിന്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്. ഇത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഈ ഒരു വിത്ത് റെസ്പെക്ട് ടു ദ പ്രോബ്ലം അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പെർട്ടിക്കുലർ കേസ് സ്റ്റഡി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ദ ആറ്റിറ്റ്യൂഡ് ഓഫ് എ കാൻഡിഡേറ്റ് ഷുഡ് ബി അൺബയാസ്ഡ്, ബാലൻസ് ആൻഡ് റാഷണൽ ടുവേർഡ്സ് ഡിഫറെന്റ് പ്രോബ്ലംസ്. സോ ആ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം, റാഷണൽ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം അല്ലെ. ഇത് റീസണിന്റെ ബേസിസിലായിരിക്കണം. നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്തു, അപ്പൊ നിങ്ങൾ അത് ചൂസ് ചെയ്യുന്നത് എന്താണ്, ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ സം റാഷണൽ ആറ്റിറ്റ്യൂഡ്. വെറുതെ നിങ്ങൾ പോയിട്ട് ഇറാഷണൽ ആയിട്ടുള്ള ഫാക്ട്സിന്റെ ബേസിസിൽ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പാടില്ല. ഓൾസോ എന്താണ്, അത് അൺബയാസ്ഡ് ആയിരിക്കണം. അവിടെ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും, ആ ഒരു കേസിൽ ഒരുപാട് ആളുകൾ ഇൻവോൾവ് ആയിട്ടുണ്ടാവും. അപ്പൊ ആരുടെയും ബയാസിൽ പോവാതെ അൺബയാസ്ഡ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും എന്താണ്, ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെന്താ, നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ്. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾക്ക് ആ സിറ്റുവേഷൻ, അതായത് പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്ക് എത്തിക്സിൽ മാത്രമല്ല ആപ്ലിക്കബിൾ, നമുക്ക് നമ്മുടെ എല്ലാ എക്സാംസിലും, പ്രിലിംസിലാണെങ്കിലും മെയിൻസിലാണെങ്കിലും ഇന്റർവ്യൂലൊക്കെ ആണെങ്കിലും പ്രസൻസ് ഓഫ് മൈൻഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്താ പറയുന്നത്, ടു അണ്ടർസ്റ്റാൻഡ് ദ സെനാരിയോ ഹോളിസ്റ്റിക്കലി ആൻഡ് സീക്ക് റൈറ്റ് സൊല്യൂഷൻ കീപ്പിംഗ് ഇൻ മൈൻഡ് ഓൾ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ്. അവിടെ ആരൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ് ആയിട്ടുണ്ട്, ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും പ്രശ്നങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ്, ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ഫാക്ട്സ് എന്താണ്, അവിടെ എന്തൊക്കെ പോസിബിൾ സൊല്യൂഷൻസ് അവൈലബിൾ ആണ്, ഇതൊക്കെ മര്യാദയ്ക്ക് തിങ്ക് ചെയ്ത് നമുക്കൊരു സൊല്യൂഷനിൽ എത്തണമെങ്കിൽ നമുക്കൊരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവണം. നമ്മൾ വേറൊരു ലോകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് തിങ്ക് ചെയ്തിട്ട് അതിന്റെ ആൻസർ ചെയ്യാൻ പറ്റില്ല. ഓൾസോ നമ്മൾ ഭയങ്കര പേടിച്ചിരിക്കുകയാണ്, ഈ കേസ് സ്റ്റഡി ഉണ്ടെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റും, അങ്ങനെ പേടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടും. ആ പ്രസൻസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ കേസ് സ്റ്റഡീസ് ഒരിക്കലും ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നമ്മളിപ്പം GS 1-ലും 2-ലും 3-ലും GS 4-ന്റെ സെക്ഷൻ എയിലും ഒക്കെ നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ എഴുതാമെന്ന് വിചാരിക്കാം. പക്ഷെ കേസ് സ്റ്റഡീസ് എന്താണ്, ഓരോ വർഷം ഡിഫറെന്റ് സിറ്റുവേഷൻസ് തരുന്നത് അല്ലെ. ഇപ്പം എംപതി അല്ലെങ്കിൽ കമ്പാഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ഓരോ വർഷവും ക്വസ്റ്റ്യൻസ് വരും. നിങ്ങളിപ്പോ അത് പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് കമ്പാഷൻ, എംപതി ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒക്കെ അറിയാമെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് 1, 2, 3 പോയിന്റ്സ് ഒക്കെ എഴുതാൻ പറ്റും. പക്ഷെ കേസ് സ്റ്റഡീസിനെ പറ്റി സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് കേസ് സ്റ്റഡീസിന്റെ ടൈപ്പ് ഓഫ് കേസ് സ്റ്റഡീസ് സെയിം ആണെങ്കിലും ഓരോ വർഷവും ഓരോ ടൈപ്പ് ഓഫ് കേസ് സ്റ്റഡീസ് ആണ് വരുന്നത്. അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സും സിറ്റുവേഷൻസും ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കേസ് സ്റ്റഡി നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, പ്രസൻസ് ഓഫ് മൈൻഡ് വേണം.
പിന്നെന്താ സൊല്യൂഷൻ ഓറിയന്റഡ് അപ്രോച്ച്. ദ അപ്രോച്ച് ഓഫ് എ കാൻഡിഡേറ്റ് മസ്റ്റ് ബി ടു അറൈവ് അറ്റ് എ കോൺക്രീറ്റ് സൊല്യൂഷൻ, നോട്ട് ടു മെസ് അപ്പ് ദ പ്രോബ്ലം എവൻ മോർ. ഒരു പ്രോബ്ലം അവിടെ ഉണ്ട്, ആ പ്രോബ്ലത്തിനെ വീണ്ടും പ്രോബ്ലം ആക്കാനല്ല നമ്മൾ നോക്കേണ്ടത്, പകരം എന്താണ് സൊല്യൂഷൻ ഓറിയന്റഡ് അപ്രോച്ച് ആണ്. നമ്മൾക്കൊരു സൊല്യൂഷൻ വേണം, അപ്പൊ ആ ഒരു സൊല്യൂഷനിലേക്ക് എങ്ങനെ എത്താം, അതായത് ഒരു പ്രോബ്ലം ഉണ്ട് അതിനെ വീണ്ടും മെസ്സപ്പ് ആക്കി അടുത്ത പ്രോബ്ലം ഉണ്ടാക്കാതെ ഉള്ള പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കണം ആ ഒരു സൊല്യൂഷൻ ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സൊല്യൂഷൻ ഓറിയന്റഡ് അപ്രോച്ചും കാൻഡിഡേറ്റ്സിൽ നിന്ന് അവർ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഉള്ളതാണ് ക്രിയേറ്റീവ് തിങ്കിങ്. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ക്രിയേറ്റീവ് തിങ്കിങ് വൈൽ കമ്മിങ് ഔട്ട് വിത്ത് ദ സൊല്യൂഷൻസ് ഫോർ ദ പ്രോബ്ലംസ് ഇൻവോൾവ്. സോ ക്രിയേറ്റീവ് തിങ്കിങ് എങ്ങനെ, നമ്മൾ അയ്യോ എനിക്ക് ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് അറിയില്ല, എനിക്ക് അങ്ങനത്തെ കഴിവൊന്നും ഇല്ല, അങ്ങനെ വിചാരിച്ചല്ല ഇരിക്കേണ്ടത്. ക്രിയേറ്റീവ് തിങ്കിങ് വിൽ കം ത്രൂ പ്രാക്ടീസ്. നമ്മൾ മാക്സിമം കേസ് സ്റ്റഡീസ് ചെയ്യുമ്പോൾ, മാക്സിമം കേസ് സ്റ്റഡീസിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കണ്ടുപിടിക്കുമ്പോൾ, അതിന് അനുസൃതമായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു പ്രോബ്ലം കിട്ടിക്കഴിയുമ്പോൾ ഓക്കെ ഇതിന് ഇത്രയൊക്കെ അപ്രോച്ചുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കേസ് ഡീൽ ചെയ്യാൻ പറ്റും, ആൻഡ് അതിൽ ബെസ്റ്റ് ഇതാണ് എന്ന് നമുക്ക് ക്രിയേറ്റീവ്ലി തിങ്ക് ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ കം ഓൺലി ത്രൂ പ്രാക്ടീസ്. നമുക്ക് ഒരിക്കലും ഇപ്പൊ ഫസ്റ്റ് നിങ്ങളോട് ഇന്നൊരു കേസ് സ്റ്റഡി തരുമ്പോൾ നമുക്ക് ആദ്യം ക്രിയേറ്റീവ് തിങ്കിങ് വരില്ല. കുറെ കേസ് സ്റ്റഡീസ് ചെയ്ത് കഴിയുമ്പോൾ ഒക്കെ പല രീതിയിൽ നമുക്ക് ഇതിന് സൊല്യൂഷൻസ് ഉണ്ട്, അത് ഇങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള ഒരു കാര്യം മനസ്സിലാവും. അതാണ് ക്രിയേറ്റീവ് തിങ്കിങ്. അപ്പം ലെറ്റ്സ് സേ നമുക്കൊരു പ്രോബ്ലം കിട്ടി, അപ്പം ആ ഒരു പ്രോബ്ലത്തിന് എല്ലാവരും എല്ലാ കാൻഡിഡേറ്റ്സും ഓപ്ഷൻ എ ഓപ്ഷൻ ബി, അപ്പൊ രണ്ട് ഓപ്ഷൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഇപ്പൊ എന്താണ് ഒരു മരം വെട്ടണോ വേണ്ടയോ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ മരം വെട്ടണം എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്, മരം വെട്ടണ്ട എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷനും ഉണ്ട്. പക്ഷെ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, മൂന്നാമതൊരു ഓപ്ഷനും കൂടി കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഓപ്ഷൻ എയോ ഓപ്ഷൻ ബിയോ എല്ലാവർക്കും അറിയാം, വെട്ടണം വെട്ടണ്ട, ഇത് എസ് ഓർ നോ എന്നുള്ള ഫാക്ട്സ് എല്ലാവർക്കും അറിയാം. പക്ഷെ മൂന്നാമതൊരു ഓപ്ഷനും അല്ലെങ്കിൽ നാലാമതൊരു ഓപ്ഷനും കൂടി നമ്മൾക്ക് അവിടെ കണ്ടെത്തി എടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യണം, അല്ലെങ്കിൽ സൊല്യൂഷൻ ഓറിയന്റഡ് അപ്രോച്ച്, ഒരു റാഷണൽ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഉണ്ടെങ്കിലാണ് നമുക്ക് അവിടെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസ് കൺസിഡറിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി എന്താണ് ഞാൻ ആദ്യം പറഞ്ഞ ഇമോഷണൽ ഇന്റലിജൻസ്. എ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബാലൻസ് ഓഫ് ഒപ്പീനിയൻ ആൻഡ് ഇമോഷൻസ് വിച്ച് മേക്സ് വൺ ഇമോഷണലി ഇന്റലിജന്റ് ആസ് എ സിവിൽ സർവന്റ്. സോ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ പ്രോബ്ലത്തിനെ സംബന്ധിച്ച് എന്താ ഒരു ഒപ്പീനിയൻ ഉണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര പ്രോബ്ലം കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ആയി പോകുന്നുണ്ടാവാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര വിഷമോ അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമോ, അങ്ങനെ നിങ്ങളുടെ ഇമോഷൻസ് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ധാരാളം വരുന്നുണ്ടാവാം. പക്ഷെ നിങ്ങളുടെ ഇമോഷൻസ് എന്ത് ചെയ്യരുത്, അവിടെ ധാരാളം അല്ലെങ്കിൽ അവിടെ കൂടുതൽ പ്രിവൈൽ ചെയ്യാനായിട്ട് പാടില്ല. ആ ഇമോഷൻസ് എന്തായിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. ആ ബാലൻസ്ഡ് ഇമോഷൻസിന്റെ ബേസിസിൽ റാഷണൽ ആയിട്ട് തിങ്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഒരു സൊല്യൂഷനിൽ എത്താനായിട്ട്. അതാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെ വേണം, ആറ്റിറ്റ്യൂഡ് വേണം, ആറ്റിറ്റ്യൂഡ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രസൻസ് ഓഫ് മൈൻഡ് നോക്കുന്നുണ്ട്, സൊല്യൂഷൻ ഓറിയന്റഡ് അപ്രോച്ച്, ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും വരുന്നത്. ഓക്കെ, ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ, അത് പെരിഫറൽ ആയിട്ട് വരുന്ന വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പെർസെപ്ഷൻ. ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കേസ് സ്റ്റഡി നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു പ്രോബ്ലം വായിച്ചു, ആ കേസ് സ്റ്റഡി വായിച്ചു, ജസ്റ്റ് നിങ്ങൾ ഒറ്റ വായനയിൽ വായിച്ചു കഴിയുമ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാവും, ചില ആളുകൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഒരു പെരിഫറൽ ഐഡിയ മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽ സൊല്യൂഷനിൽ എത്താനായിട്ട് പറ്റില്ല. ആ പ്രോബ്ലം കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സഫീഷ്യന്റ് ആണെങ്കിൽ മാത്രമാണ് റിയൽ സൊല്യൂഷനിൽ എത്താനായിട്ട് പറ്റുള്ളൂ. സോ ഹൗ മെനി ഡയമെൻഷൻസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് എ കാൻഡിഡേറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻകൾക്കേറ്റ് ഇൻ ദ സൊല്യൂഷൻസ്. സോ മാക്സിമം നമ്മൾ ആ ഒരു കേസ് സ്റ്റഡി അതിന്റെ ഡെപ്തിൽ മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് മാക്സിമം നമ്പർ ഓഫ് സൊല്യൂഷൻസ് പറയാൻ പറ്റും, അതിന് നല്ല രീതിയിലുള്ള ജസ്റ്റിഫിക്കേഷനും പറയാനായിട്ട് പറ്റും. സോ ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ കേസ് സ്റ്റഡി ഈസ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെന്താണ് സോഷ്യൽ അവയർനെസ്. A candidate must be aware of the social issues and problems going around along with a non-confrontationist approach to resolve the issues. So നമ്മളുടെ ചുറ്റുപാടും നടക്കുന്ന സോഷ്യൽ ഇഷ്യൂസ്, ആ സോഷ്യൽ ഇഷ്യൂസിനെ പറ്റിയിട്ട് നമുക്ക് ഒരു അവയർനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ സോഷ്യൽ അവയർനെസ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആൻസേഴ്സിൽ ഇൻകൾക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ചുറ്റും എന്തെങ്കിലും ഇപ്പൊ നമുക്ക് ലെറ്റ്സ് സേ എൻവയോൺമെന്റൽ റിലേറ്റഡ് ഇഷ്യൂസ് വരികയാണ്, കേസ് സ്റ്റഡി വരികയാണ്, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് കേസ് സ്റ്റഡി വരികയാണ്. സോ നമ്മുടെ ചുറ്റും ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, അതിന് എന്തെല്ലാം സൊല്യൂഷൻസ് ആളുകൾ മുന്നോട്ട് വെക്കുന്നു, എന്തെല്ലാം മെക്കാനിസംസ് ആണ് ഉള്ളത്, ഇതൊക്കെ നമുക്ക് അവയർനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സൊല്യൂഷൻസിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും.
പിന്നെ ഞാൻ ആദ്യം പറഞ്ഞാണ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, അത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ഇതിൽ നോക്കുന്നുണ്ട്. പിന്നെന്താ എബിലിറ്റി ടു റിസോൾവ് എത്തിക്കൽ ഡിലേമാസ്. എത്തിക്കൽ ഡിലേമാസ് എന്താണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. കീപ്പിംഗ് ഇൻ മൈൻഡ് നീഡ്സ് ആൻഡ് കൺസേൺസ് ഓഫ് ഓൾ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എ കാൻഡിഡേറ്റ് മസ്റ്റ് ബി ഏബിൾ ടു റിസോൾവ് ദ മോറൽ ഡിലേമാസ് വിച്ച് ഈസ് കമ്മിങ് ഔട്ട് വിത്ത് എ സൊല്യൂഷൻ. സോ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും ഇൻട്രസ്റ്റ് കണക്കിലെടുത്തിട്ട് ഏതെല്ലാം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് അവിടെ ഉള്ളത്, അപ്പൊ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡർ 1 ഉണ്ടാവും, സ്റ്റേക്ക് ഹോൾഡർ 2 ഉണ്ടാവും. അപ്പൊ സ്റ്റേക്ക് ഹോൾഡർ 1ന്റെയും സ്റ്റേക്ക് ഹോൾഡർ 2വിന്റെയും ഇൻട്രസ്റ്റുകൾ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല. അപ്പൊ അവിടെ എന്ത് വരും, ഒരു എത്തിക്കൽ ഡിലേമ വരും. സോ ആ എത്തിക്കൽ ഡിലേമ സോൾവ് ചെയ്യാനും ആർക്ക് പറ്റണം, ഈ ഒരു കാൻഡിഡേറ്റിന് പറ്റണം, നിങ്ങൾക്ക് പറ്റണം. അപ്പൊ അതെന്താണ്, ഒരു ക്വാളിറ്റിയാണ്, സിവിൽ സർവന്റിന്റെ ഒരു ക്വാളിറ്റിയാണ്. അതാണ് ഇവിടെ എബിലിറ്റി ടു റിസോൾവ് എത്തിക്കൽ ഡിലേമാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് UPSC എന്ത് ചെയ്യുന്നത്, ഒരു കാൻഡിഡേറ്റിൽ നിന്ന് കേസ് സ്റ്റഡീസ് കിട്ടുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കേസ് സ്റ്റഡീസ് അവരെങ്ങനെ സോൾവ് ചെയ്യണം, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഇത്രയും കാര്യങ്ങളാണ്. സോ നമ്മൾ കേസ് സ്റ്റഡീസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം. അതായത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആണോ, നമ്മൾ ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടാണോ ചെയ്യുന്നത്, നമ്മൾ ബയാസ്ഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കുന്നുണ്ടോ, നമ്മൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും ഇൻട്രസ്റ്റ് കണക്കിലെടുക്കുന്നുണ്ടോ, എത്തിക്കൽ ഡിലേമാസ് നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, വെദർ വി ആർ ഏബിൾ ടു മേക്ക് എ ബെറ്റർ ഡിസിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കേസ് സ്റ്റഡീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഇത്രയും ക്ലിയർ ആണോ? ഇനി ഒരു കേസ് സ്റ്റഡിയുടെ ആൻസർ എപ്പോഴാണ് ഒരു ഗുഡ് ആൻസർ ആവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങളൊക്കെ വേണം, ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു കേസ് സ്റ്റഡീനെ കാണാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. പക്ഷെ അൾട്ടിമേറ്റ്ലി നമുക്ക് എന്ത് എഴുതണം, ഒരു ആൻസർ എഴുതണം. അപ്പൊ ആ ആൻസറിനെ ബെറ്റർ ആക്കുന്ന അല്ലെങ്കിൽ ഒരു ഗുഡ് കേസ് സ്റ്റഡി ആൻസർ നമ്മൾ പറയുന്നത് ഏതെല്ലാം സാധനങ്ങളുടെ ബേസിസിലാണ് അല്ലെങ്കിൽ ഏതെല്ലാം ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ് നമ്മൾ ഒരു ആൻസർ ഗുഡ് കേസ് സ്റ്റഡി ആണെന്ന് പറയുന്നത്, ഗുഡ് കേസ് സ്റ്റഡി ആൻസർ ആണെന്ന് പറയുന്നത്. ഫസ്റ്റ് എന്താണ്, ഫ്ലെക്സിബിൾ അപ്രോച്ച്. ഫ്ലെക്സിബിൾ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ആൻസറിങ് എ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ഡിമാൻഡ്സ് എക്സ്പ്ലോറേഷൻ റാദർ ദാൻ പ്രിസ്ക്രിപ്ഷൻ ആസ് കേസ് സ്റ്റഡി ഇൻവോൾവ്സ് സർട്ടൻ സബ്ജക്ടിവിറ്റി വിച്ച് ദ കാൻഡിഡേറ്റ് ക്യാൻ എക്സ്പ്ലോർ. സോ ഫ്ലെക്സിബിൾ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡോക്ടേഴ്സ് ഒക്കെ പ്രിസ്ക്രിപ്ഷൻ എഴുതും പോലെ ജസ്റ്റ് പോയിന്റ് ആയിട്ട് അങ്ങനെയല്ല എഴുതേണ്ടത്. കുറച്ച് എന്ത് വേണം, കുറച്ച് സബ്ജക്റ്റീവ് എലമെന്റ്സ് വേണം, കുറച്ച് എക്സ്പ്ലോറേഷൻ വേണം. അതായത് നമുക്ക് 3 ഓപ്ഷൻസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ 3 ഓപ്ഷൻസ്, ഓപ്ഷൻ 1 എന്താണ് യെസ് അല്ലെങ്കിൽ ഓപ്ഷൻ ബി നോ അങ്ങനെ എഴുതാതെ ജസ്റ്റ് ഒരു പ്രിസ്ക്രിപ്ഷൻ ഫോർമാറ്റിൽ എഴുതാതെ യു ഷുഡ് എക്സ്പ്ലോർ. ഓരോ ഓപ്ഷൻസും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം. ഇറ്റ് ഷുഡ് ബി വെരി മച്ച് ഫ്ലെക്സിബിൾ. അപ്പൊ അവിടെ സബ്ജക്ടിവിറ്റിയുടെ ഒരു കോമ്പണന്റും കൂടെ ഉണ്ട്. സബ്ജക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതുന്ന സാധനം ആയിരിക്കില്ല വേറെ ആൾ എഴുതുന്നത്, പക്ഷെ നിങ്ങൾ എഴുതുന്ന സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അത് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി പ്രിസ്ക്രിപ്റ്റീവ്. ജസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ ഫോർമാറ്റിൽ ആയിരിക്കരുത്, ഒരു സബ്ജക്റ്റീവ് ഫോർമാറ്റിലായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെന്താണ്, ഒബ്ജക്റ്റീവ് തിങ്കിങ്. വിത്ത് എ ബാലൻസ് പോയിന്റ് ഓഫ് വ്യൂ ദ തിങ്കിങ് ഓഫ് കാൻഡിഡേറ്റ് വൈൽ ആൻസറിങ് ഷുഡ് ബി ഒബ്ജക്റ്റീവ് ആൻഡ് ഷുഡ് നോട്ട് റിഫ്ലക്ട് എനി സബ്ജക്റ്റീവ് ബയാസ് ടുവേർഡ്സ് എ പേഴ്സൺ, ഗ്രൂപ്പ് ഓർ സിറ്റുവേഷൻ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് അൺബയാസ്ഡ് ആയിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റണം, അൺബയാസ്ഡ് ആയിട്ടുള്ള ആൻസർ എഴുതാൻ പറ്റണം. സോ ഒബ്ജക്റ്റീവ്ലി നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റണം. നമ്മൾ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ പഠിച്ചതല്ലേ, ഫൗണ്ടേഷണൽ വാല്യൂസ് പഠിച്ച സമയത്ത് ഒബ്ജക്റ്റിവിറ്റി പഠിച്ചത് ഓർക്കണ്ടോ? ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞു സെക്കൻഡ് ARC പറഞ്ഞിട്ടുണ്ട് ഒബ്ജക്റ്റിവിറ്റി സിവിൽ സർവൻസിന് വേണ്ട ഒരു ക്വാളിറ്റി ആണെന്നുള്ളത്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താ അവർ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. ഒബ്ജക്റ്റിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, ഒബ്ജക്റ്റിവിറ്റിയുടെ നെഗറ്റീവ്സ് എന്താണ്, ഇതെല്ലാം പഠിച്ചാണ്. ആ ഒരു ടേം ഒന്ന് ആലോചിച്ച് പഠിച്ചത് ഓർക്കുന്നില്ലെങ്കിലും ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ഒബ്ജക്റ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് കേട്ടിട്ടില്ലേ, അതിന്റെ അർത്ഥം എന്താ, ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ആണ്, പ്രിലിംസിൽ ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ആണ്, മെയിൻസിൽ സബ്ജക്റ്റീവ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അവിടെ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും. മെയിൻസിലേക്ക് വരുമ്പോ ഒബ്ജക്റ്റീവ് അല്ലല്ലോ, സബ്ജക്റ്റീവ് അല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, പലർക്കും പല ഇതാണ്, പല അഭിപ്രായമാണ്, പല ആൻസേഴ്സ് ആണ്. സോ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസ്ഡ് ഓൺ ഫാക്ട്സ്, ബേസ്ഡ് ഓൺ റീസൺ, വിത്തൗട്ട് എനി ബയാസ് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഒബ്ജക്റ്റീവ്ലി തിങ്ക് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ സ്റ്റീരിയോ ടൈപ്പ് ഇല്ല, നമ്മളുടെ മനസ്സിൽ പ്രെജുഡൈസ് ഇല്ല, ഒന്നുമില്ല. അപ്പം അതെല്ലാം
ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് ഒരു ബയാസോ കാര്യങ്ങളോ ഒന്നും കാണിക്കാതെ നമ്മൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതാണ് ഒബ്ജക്റ്റീവ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഒബ്ജക്റ്റിവിറ്റി ഒരു സിവിൽ സർവന്റിന് വേണ്ട വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. സോ നമ്മളുടെ കേസ് സ്റ്റഡിയിൽ എന്തുണ്ടാവണം? ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവണം. അതായത് നമ്മൾക്ക് കേസ് സ്റ്റഡീസിൽ കുറച്ച് ഫാക്ട്സ് തന്നിട്ടുണ്ടാവും. ആ കേസ് സ്റ്റഡീസിൽ എന്തൊക്കെ കാര്യമാണ് ഉള്ളത്, ഫാക്ട്സ് തന്നിട്ടുണ്ടാവും. ആ ഫാക്ട്സിൽ സ്റ്റിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആ ഫാക്ട്സ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേറെ കുറെ കാര്യങ്ങളൊക്കെ വന്നേക്കാം. പക്ഷെ അതിലേക്കൊന്നും പോകണ്ട. ആ കേസ് സ്റ്റഡിയിൽ എന്താണ് തന്നേക്കുന്നത്, എന്ത് ഫാക്ട്സ് ആണ് തന്നേക്കുന്നത്, ഏതൊക്കെ ആൾക്കാരാണ് അവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത്, അതിന്റെ ബേസിസിൽ മാത്രം ആൻസർ എഴുതുക. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? ഇപ്പൊ കുറെ ഒരു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു മരത്തിന്റെ ഇഷ്യൂ വന്നു. അപ്പൊ മരം വെട്ടിന്ന് അതിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് അനുമാനിക്കണ്ട മരം വെട്ടിന്ന്. അതിനകത്ത് എന്ത് പറഞ്ഞേക്കുന്നോ അത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ഒബ്ജക്റ്റീവ്ലി തിങ്ക് ചെയ്യാന്ന് പറയുന്നത്. സബ്ജക്റ്റീവ് എലമെന്റ്സ് എന്താണ് അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി പ്രോബ്ലം സോൾവിങ് അപ്രോച്ച്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ എന്താണ് ഒരു കേസ് സ്റ്റഡിയിൽ അവര് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, ആവശ്യപ്പെടുന്നത് എന്നുള്ളത്. ഇവിടെ പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് നമ്മളുടെ ഒരു നല്ല കേസ് സ്റ്റഡിയിൽ ആവശ്യമാണ്. എന്താ പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ അപ്രോച്ച് ടു സോൾവ് എ പ്രോബ്ലം ഷുഡ് ബി സ്ട്രീംലൈൻഡ് ആൻഡ് ഷുഡ് ഫ്ലോ ഇൻ എ ലീനിയർ വേ. First, identify problems, stakeholders, possible situations, and then explore possible solutions. So, problem solving approach എന്ന് പറയുമ്പോൾ ഒരു നല്ല രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഒരു ലീനിയർ വേയിലായിരിക്കും പോവുക. അതായത് ആദ്യം അയാൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഫസ്റ്റ് ഐഡന്റിഫൈ പ്രോബ്ലംസ്. ആദ്യം പ്രോബ്ലംസ് കണ്ടുപിടിക്കാം. ആർക്കൊക്കെയാണ് ആ പ്രോബ്ലംസ് ഉള്ളതെന്ന് കണ്ടുപിടിക്കുക. എന്തൊക്കെയാണ് അവിടെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് കണ്ടുപിടിക്കുക. ദെൻ സൊല്യൂഷൻസിലേക്ക് പോവാം. ഇതാണ് ഒരു ലീനിയർ വേ. ഇതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അല്ലാതെ ആദ്യം പോയിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കണ്ടുപിടിക്കുക, ദെൻ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, അങ്ങനെയല്ല. ഒരു ലീനിയർ വേയിൽ പോകണം. അപ്പൊ നിങ്ങൾ ആ ഒരു ലീനിയർ വേയിലാണോ പോകുന്നതെന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. ആദ്യം പ്രോബ്ലം കണ്ടുപിടിച്ചിട്ടാണോ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളതിലേക്ക് പോകുന്നത്, അതോ ഏത് രീതിയിലാണ് നിങ്ങൾ പോകുന്നത്, ഒരു ഓർഡർ ഇല്ലാതെയാണോ പോകുന്നത്, അതോ നല്ലൊരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്താണോ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നോക്കും. അതാണ് ഒരു ലീനിയർ വേയിൽ പോകുന്നത്. അപ്പൊ നല്ല രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്താണ് ഈ ഒരു മെത്തേഡ്, ഈ ഒരു ലീനിയർ പാത്ത് ഫോളോ ചെയ്യും എന്നുള്ളതാണ്. ഇനി പ്രാക്ടിക്കൽ സൊല്യൂഷൻസ്. The solution prescribed should not be overly idealistic, but they should be more practical and proactive. നിങ്ങൾ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാണ്. പക്ഷെ ആ സൊല്യൂഷൻസ് എന്താണ്? ഒരിക്കലും നടക്കില്ലാത്ത ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആവരുത്. പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ആ ഒരു സൊല്യൂഷൻ വായിക്കുന്ന ആൾക്ക്, ആ ഒരു എക്സാമിനർക്ക് വായിക്കുമ്പോൾ ഇതൊക്കെ നടക്കുവോ എന്ന് തോന്നരുത്. ഇത് നടക്കും, ഇതൊരു പ്രാക്ടിക്കലി പറ്റുന്ന ഒരു സൊല്യൂഷൻ ആണ് എന്നുള്ള കാര്യമാണ് അവിടെ തോന്നേണ്ടത്. അപ്പൊ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് അല്ല, പകരം പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് ആർക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത്. അപ്പൊ കേസ് സ്റ്റഡിയിൽ നിങ്ങൾ സൊല്യൂഷൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കും, വാട്ട് ആർ ദ ഓപ്ഷൻസ് അവൈലബിൾ ഇൻ ഫ്രണ്ട് ഓഫ് യു. ആ ഒരു കേസ് സ്റ്റഡിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചോദിക്കും. അപ്പൊ ആ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ എഴുതരുത്. ആ ഒരു സിറ്റുവേഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, പ്രാക്ടിക്കലി ചേർന്ന് നിൽക്കുന്ന സൊല്യൂഷൻസ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. അപ്പൊ ഇതെല്ലാമാണ് ഒരു കേസ് സ്റ്റഡി ആൻസറിനെ നല്ലൊരു ആൻസർ ആയിട്ട് നിലനിർത്തുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ UPSC എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം നോക്കി കേസ് സ്റ്റഡിയിൽ നിന്ന്. അതിനുശേഷം നമ്മൾ എന്താ നോക്കിയേ? ഗുഡ് ആൻസർ എങ്ങനെയാണെന്ന് മനസ്സിലായോ? എങ്ങനെയാണ് ഒരു ഗുഡ് ആൻസർ വരുന്നതെന്നുള്ളത്. പിന്നെ നമ്മൾ ഇനി എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും.